ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു ഷോർട്ട് സ്റ്റാർഡൽ. ഷോർട്ട് സ്റ്റാർഡിലെ റിസ്ക് മാനേജ് ചെയ്യുന്ന ഒരു ലെസണാണ് ഇന്നത്തേത്. ആദ്യമായിട്ട് എന്താണ് ഷോർട്ട് സ്റ്റാർഡൽ? ഒരു റിവിഷനാണ്. ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും ഒരേ സ്ട്രൈക്കിലേത് ഒരേ എക്സ്പയറിയിലുള്ളത് ഒരുമിച്ച് ഷോർട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈം ഡിക്കേയുടെ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ. പക്ഷേ ഇതിൽ റിസ്ക് ഉണ്ട്. എന്താണ് ഇതിനകത്ത് റിസ്ക്? സ്റ്റോക്ക് അല്ലെങ്കിൽ അണ്ടർലൈങ് ഇൻസ്ട്രുമെന്റ് എങ്ങോട്ടെങ്കിലും വളരെ വലിയ രീതിയിൽ മൂവ് ചെയ്താൽ ആ സൈഡിൽ നമുക്ക് നഷ്ടം വരും. എക്സാമ്പിൾ, മുകളിലേക്ക് പോയാൽ ഷോർട്ട് കോളിൽ നഷ്ടം വരും, താഴേക്കാണ് പോകുന്നതെങ്കിൽ പുട്ടിൽ നഷ്ടം വരും. ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ ലോസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലോസ് ഇല്ലാതാക്കാൻ പറ്റും? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യം നമുക്കൊരു ഷോർട്ട് സ്റ്റാർഡിൽ ഒന്ന് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് സ്റ്റാർഡിലാണ് ചെയ്യുന്നത്. ഷോർട്ട് സ്റ്റാർഡിൽ മീൻസ് നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. ഷോർട്ട് സ്റ്റാർഡിൽ 48,700 ആണ് അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രൈസ്. നമുക്ക് നോക്കാം. മാർച്ചിലേത് 48,700 ഈസ് അറ്റ് ദ മണി. സോ ദിസ് ഈസ് എ ഷോർട്ട് സ്റ്റാർഡിൽ അറ്റ് ദ മണി. ചെയ്യുകയാണ് വൺ ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ടാണ് കിട്ടുന്നത്. 27 ഫെബ്രുവരി, ഇത് 27 ഫെബ്രുവരി അല്ല, മാർച്ചിലേതാണ് നമുക്ക് ആവശ്യം. ഷോർട്ട് സ്റ്റാർഡിൽ മാർച്ച് 7. നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടി, പ്രോഫിറ്റബിലിറ്റി ചാർട്ട്. ഏറ്റവും കൂടുതൽ ലാഭം നമുക്ക് കിട്ടുക ഇത് എക്സ്പയറി ആകുമ്പോഴത്തേക്കും 49,000 അടുത്ത് ബാങ്ക് നിഫ്റ്റി നിൽക്കുക. അതിനടുത്ത് നിന്നാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം. അതായത് 49,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. അത് നമ്മൾ വെക്കുന്ന ക്യാപിറ്റലിന്റെ 22% ആണ്. വളരെ വലിയ പ്രോഫിറ്റാണ്. ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് ഇവിടെ എത്തിയാലും അതാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. പക്ഷേ മുകളിലേക്ക് 50,641 മുകളിലേക്ക് പോയാൽ നമുക്ക് നഷ്ടമാണ്. മുകളിലേക്ക് പോകുന്തോറും നഷ്ടം കൂടിക്കൊണ്ടിരിക്കും. താഴേക്ക് പോകുന്തോറും 47,359 ശേഷം താഴേക്ക് പോകുന്തോറും നഷ്ടം വരും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം? എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക? വളരെ വലിയ രീതിയിലുള്ള മൂവ്മെന്റ് നടക്കുന്ന സാഹചര്യത്തിലാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരിക. അപ്പോഴാണ് നഷ്ടം നമ്മൾ കാണുന്നത്. വൊളാറ്റിലിറ്റി കൂടുതൽ ആവുന്ന സാഹചര്യമുണ്ട്. പ്രൈസ് എങ്ങോട്ടും പോയില്ല എങ്കിൽ പോലും തന്നെ മറ്റെന്തെങ്കിലും കാരണത്താൽ വൊളാറ്റിലിറ്റി കൂടും എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്ഷന്റെ പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓപ്ഷന്റെ പ്രൈസ് കൂടുന്നു. എന്തോ കാരണങ്ങളാൽ ആൾക്കാർ ഓപ്ഷൻ കൂടുതൽ വാങ്ങുന്നു. അതുപോലെ ഓപ്ഷൻ വിൽക്കാൻ വരുന്നവരും വളരെ വലിയ വിലക്കാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ പ്രീമിയം കൂടുന്ന ഒരു സാഹചര്യം, അതാണ് വൊളാറ്റിലിറ്റി ഇൻക്രീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഷോർട്ട് ചെയ്തതിന് ശേഷമാണ് വൊളാറ്റിലിറ്റി കൂടുന്നതെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. കാരണം ഷോർട്ട് ചെയ്തതിൻ്റെ പ്രൈസ് കുറയുകയാണ് നമുക്ക് ആവശ്യം. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുള്ളത്. ടൈം ഡിക്കേയുടെ ഒരു അഡ്വാൻറ്റേജ് കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങളിലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും. ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് റോളിംഗ് ദ സ്റ്റാർഡിൽ റോൾ ചെയ്ത് മറ്റൊരു എക്സ്പയറിയിലേക്ക് കൊണ്ടുപോകുക. എപ്പോഴാണ് ചെയ്യുക? സ്റ്റോക്ക് പ്രൈസ് വളരെ വലിയ രീതിയിൽ മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് അടുത്ത എക്സ്പയറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഉദാഹരണത്തിന്, ഇവിടെ സ്റ്റോക്ക് വളരെ താഴേക്ക് പോയി എങ്കിൽ, അതായത് ബാങ്ക് നിഫ്റ്റി താഴേക്ക് പോയി 5% താഴേക്ക് പോകുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നത് 34,136 ആണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സമയമാകുമ്പോഴത്തേക്ക് ഇത് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തിട്ട് അതേ എക്സ്പയറിയിലേക്ക് ഉള്ള അടുത്ത ഒരു ഷോർട്ട് സ്റ്റാർഡിൽ, അപ്പോൾ അത് അറ്റ് ദ മണി ആവില്ല, അത് ഇൻ ദ മണി ആവാം. പുട്ട് ഓപ്ഷൻ ഇൻ ദ മണിയും കോൾ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണിയുമായിട്ടുള്ള ഒരു സ്ലൈറ്റ്ലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റാർഡിലായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരിക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് ഇടയ്ക്ക് ആ ഒരു മൂവ്മെന്റ് നടന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത മൂവ്മെന്റ് നടന്നു. അപ്പോൾ തിരിച്ച് ആ ഒരു ലെവലിൽ എത്താനുള്ള സമയം നമ്മൾ ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലേറ്റർ എക്സ്പിറേഷനിലേക്ക് നമ്മൾ ഇത് റോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു ഓപ്ഷൻ, മറ്റൊരു സ്ട്രൈക്ക് പ്രൈസിലേക്ക്, കറന്റ് മാർക്കറ്റ് പ്രൈസ്, ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് എവിടെ നിൽക്കുന്നോ അതിനടുത്തേക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് 40, ഇപ്പോൾ മീൻസ് ഇത്
ആ ഒരു മൂവ്മെന്റ് കഴിയുമ്പോഴാണല്ലോ ആ ഒരു മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ 46,500 നിൽക്കുന്നതെങ്കിൽ അടുത്ത ഷോർട്ട് സ്റ്റാറിൽ നമ്മൾ അതിനടുത്തേക്കുള്ള ഒരു രീതിയിൽ, അതായത് കോൾ ഓപ്ഷന്റെ കോൾ ഓപ്ഷൻ ഇവിടെ പ്രോഫിറ്റബിൾ ആണ്, അത് ക്ലോസ് ചെയ്തിട്ട് പുട്ട് ഓപ്ഷനും ക്ലോസ് ചെയ്തിട്ട് നഷ്ടം ബുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴോട്ട് മാറ്റിയുള്ള ഒരു സ്ട്രൈക്കിൽ, അറ്റ് ദ മണി സ്ട്രൈക്കിൽ മറ്റൊരു സ്റ്റാറിൽ ഇതേ എക്സ്പയറിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. അതാണ് റോളിങ്. അടുത്തത് കൺവേർട്ടിംഗ് ടു ആൻ അയൺ ബട്ടർഫ്ലൈ. അയൺ ബട്ടർഫ്ലൈയിൽ നമ്മൾ ചെയ്യാറുള്ളത്, താഴേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ വൊളാറ്റിലിറ്റി അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നിയാൽ, ഒരു മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, എങ്ങോട്ടാണെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഷോർട്ട് സ്റ്റാറിൽ ഒരു അയൺ ബട്ടർഫ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബൈ എ ഹൈ സ്ട്രൈക്ക് കോൾ, ബൈ എ ലോ സ്ട്രൈക്ക് കോൾ. താഴെയുള്ള ഒരു കോളും മുകളിലുള്ള പുട്ടും താഴെയുള്ള പുട്ടും മുകളിലുള്ള കോളും വാങ്ങിയിട്ട് ഈ റിസ്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം. ഇത് 49,000 ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷോർട്ട് സ്റ്റാറിൽ 49,000 ചെയ്തിട്ടുണ്ട്. അവരതാണ് സജസ്റ്റ് ചെയ്തത്. അവിടെയാണ് അവർ ഇത് എക്സ്പയർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൈസ്. അവിടെയാണെങ്കിൽ അവിടെ നിന്നും നമ്മളുടെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് 47,359 താഴെ. 47,350, 47,300, 47,400 ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങാൻ പറ്റും. $47,400 പുട്ട് ബൈ. 47,400 പുട്ട് ബൈ ആണ്. നമ്മൾ താഴേക്കുള്ള റിസ്ക് കുറച്ചു, വളരെ കുറഞ്ഞ റിസ്ക് ആണ്. അൺലിമിറ്റഡ് റിസ്ക് കുറച്ചിട്ട് അത് ലിമിറ്റഡ് റിസ്ക് ആക്കി മാറ്റി. മുകളിലേക്കുള്ള റിസ്ക്കും അതുപോലെ കുറയ്ക്കാൻ പറ്റും. മുകളിലെ ബ്രേക്ക് ഇവൻ ഇപ്പോൾ 50,326 50,300 ഒരു കോൾ ഓപ്ഷൻ വാങ്ങാൻ പറ്റും. 50,300 ബൈ ആണ്. ഇപ്പൊ നമുക്കൊരു അയൺ ഫ്ലൈ ആണ് കിട്ടിയിരിക്കുന്നത്. അയൺ ബട്ടർഫ്ലൈ. ഇവിടെ റിസ്ക് രണ്ട് വശത്തോട്ടും ഉള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞു. നമുക്ക് മാർജിനും കുറച്ച് മതി ഇപ്പോൾ. കാരണം റിസ്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ മാർജിനും കുറച്ച് മതി എന്നാണ് എക്സ്ചേഞ്ചിന്റെ റൂള്. നമുക്ക് ആ കിട്ടുന്ന മാർജിൻ, അഡീഷണൽ റിലീസ് ആയിട്ടുള്ള മാർജിൻ ഉപയോഗിച്ച് മറ്റൊരു സ്ട്രാറ്റജി വേണമെങ്കിൽ അടുത്ത എക്സ്പയറിയിലേക്ക് ഇപ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ആണ് ഇതിന്റെ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ബോണസ്. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ്, ഒരു ലോങ് ഓപ്ഷൻ വാങ്ങി വെക്കുക. മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇഫ് ദ സ്റ്റോക്ക് മൂവ് സ്ട്രോങ് ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാർട്ട് ലോസിലേക്ക് പോകും, നല്ല മൂവ്മെന്റ് വന്നാൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത്, സ്റ്റോക്ക് മുകളിലേക്കാണ് പോയതെങ്കിൽ മുകളിലേക്ക് പോകും എന്ന് ഫർദർ നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ മാത്രം വാങ്ങുക. അതായത് ഇങ്ങനെ കോൾ ഓപ്ഷൻ മാത്രം വാങ്ങി വെക്കുക. അപ്പോൾ അതിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് മുകളിലേക്കുള്ള റിസ്ക് ഒഴിവായി കിട്ടും. അത് താഴേക്കാണ് പോകുന്നത്, ഡയറക്ഷണൽ മൂവ്മെന്റ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു പുട്ട് ഓപ്ഷൻ മാത്രം വാങ്ങി വെക്കുക താഴേക്കുള്ളത്. അപ്പോഴും താഴേക്കുള്ള റിസ്ക് കുറഞ്ഞു കിട്ടും. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. മുകളിലേക്ക് റിസ്ക് ഇല്ല, കാരണം താഴേക്കാണല്ലോ പോയത്. സോ അതാണ് ഹെഡ്ജിങ് വിത്ത് ലോങ് ഓപ്ഷൻ ഓർ സ്റ്റോക്ക്. അതുമല്ല എങ്കിൽ ഫ്യൂച്ചർ മേടിച്ച്, അല്ലെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ETF വല്ലതും വാങ്ങിയിട്ട് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നാലാമത്തേത് റോളിംഗ് വൺ ലെഗ്. ഒരു ലെഗ് മാത്രമായിട്ട്, ഒരു ലെഗ് എന്ന് പറയുമ്പോൾ ഇതിപ്പം ഇവിടെ 3 ലെഗാണ് ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ 4ാമത്തെ ലെഗാണ്. ഇത് രണ്ടും നമുക്കിപ്പോൾ ആവശ്യമില്ല, നമ്മൾ ഷോർട്ട് സ്റ്റാർട്ടിലാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാം.
നമ്മൾ ഷോർട്ട് സ്റ്റാർട്ടിലെത്തി. ഒരു ഡയറക്ഷനിലേക്ക് സ്റ്റോക്ക് പോവുകയാണെങ്കിൽ ഒരു ലെഗ് റോൾ ചെയ്യാം. ഹൗ ടു അഡ്ജസ്റ്റ്? സ്റ്റോക്ക് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ മുകളിലേക്ക് കൊണ്ടുവരാം. സ്റ്റോക്ക് മൂവ്സ് ഡൗൺ, റോൾ കോൾ ഡൗൺ. സ്റ്റോക്ക് താഴേക്കാണ് പോകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ താഴേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ മുകളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മുകളിലേക്കാണ് പോയതെങ്കിൽ പുട്ട് ഓപ്ഷന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. കുറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന 836 നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും 836 എന്നുള്ളത് കുറഞ്ഞിട്ട് 500, 300, 400, 100 ഒക്കെ ആവാം. അങ്ങനെ ആവുന്നതനുസരിച്ച് ആ കുറഞ്ഞ വിലയ്ക്ക് അത് ഷോർട്ട് പിന്നെ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി ആ ഒരു, അതായത് 49,000 ആ ലെവലിൽ നിന്ന് മുകളിലേക്ക് മാറ്റി 49,500 അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 50,500 അല്ലെങ്കിൽ 51,000 ആ രീതിയിൽ സ്റ്റോക്ക് എവിടെയാണോ, അതായത് ബാങ്ക് നിഫ്റ്റി എവിടെയാണോ ആ ലെവലിൽ പോയിട്ട് പുതിയൊരു പുട്ട് ഓപ്ഷൻ ഷോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുന്ന് വീണ്ടും സ്റ്റോക്ക് താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി വിറ്റ് വെച്ചിരിക്കുന്ന കോൾ ഓപ്ഷൻ പ്രോഫിറ്റബിൾ ആയിട്ട് മാറും ചിലപ്പോൾ. അപ്പൊ ഇതിന് നമ്മൾ പറയുന്നത് ഈ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഒരു റിസ്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് സ്റ്റാഡിൽ എന്ന സ്ട്രാറ്റജിയുടെ റിസ്ക് പ്രൊഫൈലാണ്. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തേത് കൺവേർട്ടിംഗ് ടു എ സ്ട്രാങ്കിൾ എന്നാണ്. സ്ട്രാങ്കിൾ മീൻസ് അറ്റ് ദ മണി അല്ല, അതായത് പ്രൈസ് എവിടെ നിൽക്കുന്നോ അവിടെയല്ല, മറിച്ച് അവിടെ നിന്ന് കുറച്ച് പോയിന്റുകൾ ഔട്ട് ഓഫ് ദ മണി ആയിട്ടുള്ള, അതായത് ഒരു ഹയർ സ്ട്രൈക്കിന്റെ കോൾ ഓപ്ഷനും ഒരു ലോവർ സ്ട്രൈക്കിന്റെ പുട്ട് ഓപ്ഷനും വിൽക്കുക. ഒപ്പം ഈ സ്ക്വയർ ഓഫ് ചെയ്ത് ഇവിടുത്തെ ലോസ് ബുക്ക് ചെയ്യുക സ്റ്റാർഡിൽ. ആ സ്ട്രാറ്റജിയാണ് കൺവേർട്ടിംഗ് ടു എ സ്ട്രാങ്കിൾ എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യുക. അവിടെ നമുക്ക് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെപ്പോഴും അസ്യൂം ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ആ ഒരു റേഞ്ചിനടുത്ത് നിൽക്കും എന്നുള്ളൊരു അസംഷനാണ്. അസംഷൻ മാറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ സ്ട്രാങ്കിളിലേക്ക് മാറേണ്ടി വരുന്നത്. അതായത് ഒരു ഹയർ കോൾ ഓപ്ഷനിലേക്ക് മാറുക, ലോവർ പുട്ട് ഓപ്ഷനിലേക്ക് മാറുക, ഷോർട്ട് തന്നെ. ഓക്കെ, പിന്നെ എത്രയുമാണ് 5 സ്ട്രാറ്റജികൾ. ഇതൊന്നും പറ്റാത്ത സാഹചര്യമാണ്, നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ അസംഷനാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ വേണമെങ്കിൽ ആ ലോസ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പിന്നെ ക്യാപിറ്റൽ റിലീസ് ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു പക്ഷേ നല്ലൊരു ഓപ്ഷൻ, ഒരു ഈ ബാങ്ക് നിഫ്റ്റി ഒരുപാട് അങ്ങ് താഴെ പോയി തിരിച്ച് മുകളിലേക്ക് വരുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചർ വാങ്ങാൻ പറ്റും. അല്ല എങ്കിൽ ഒരു ഫ്യൂച്ചർ സ്റ്റോക്ക്, അതായത് ബാങ്ക് നിഫ്റ്റി ഒരുപാട് മുകളിലേക്കാണ് പോയത്, തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള. അതും അല്ലെങ്കിൽ മറ്റേ നിഫ്റ്റിയിലോ വേറെ എവിടെയെങ്കിലും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് ആ ഒരു ക്യാപിറ്റൽ മാറ്റി വെക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളാണ് ഷോർട്ട് സ്റ്റാർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.